Cristiano Ronaldo, footballing godfather, is preparing to. El mejor jugador del mundo, Cristiano. എൽ ക്ലാസിക്കോ പോരാട്ടങ്ങളുടെ ആത്മാവെന്നേക്കുമായി കുടിയിരുത്തപ്പെട്ട സാന്റിയാഗോ ബെർണാബ്യൂവിൽ തടിച്ചുകൂടിയ മാൻഡ്രിസ്റ്റുകളുടെ മുഖങ്ങൾ ആ നിമിഷം വല്ലാതെ വിളറിവെളുത്തിരുന്നു. കബന്ധങ്ങൾ ഏറ്റുവാങ്ങുവാൻ വിധിക്കപ്പെട്ട യുദ്ധഭൂമിയെപ്പോലെ ആ പച്ചപ്പുൽ മൈതാനം മൗനമായി നിലവിളിച്ചു. വിധിയുടെ അനിവാര്യതയെ ഓർമ്മിപ്പിക്കുമാറ് ആ യൂറോപ്യൻ ആകാശം മൗനം പൂണ്ടു. അത് അയാളുടെ ദിവസമായിരുന്നു. കാൽപന്ത് കളിയുടെ ആകാശവും ഭൂമിയുമായ മിശിഹായുടെ ദിവസം. വാക്കുകളെ കവിതയിലെന്ന പോലെ, ഭാവതാളത്തെ നൃത്തത്തിലെന്ന പോലെ പ്രണയാർദ്ധ സ്പർശങ്ങളേകി തൻ്റെ അനുഗ്രഹീത പാദങ്ങളിൽ പന്തിനയാൾ ചലിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആ സർഗാത്മകതയെ ലവലേശം വകവെക്കാതെ രക്തഗന്ധം തിരിച്ചറിഞ്ഞ കൊലയാളി സ്രാവുകളെപ്പോലെ ശുഭ്രവസ്ത്രധാരികളായ മാനഡി യോദ്ധാക്കൾ അയാളെ വേട്ടയാടാൻ ഉറച്ചു. മത്സരം തുടങ്ങി 12-ാം മിനിറ്റിൽ കാസ്മേരോടെ കാലിൽ തട്ടിയായിരുന്നു ലിയോയുടെ ആദ്യ വീഴ്ച. ശത്രുരാജാവിനെ കടന്നാക്രമിച്ച സൈനികൻ്റെ അത്യാവശ്യത്തോടുകൂടി കാസ്മേരോയുടെ ബൂട്ടുകൾ 28-ാം മിനിറ്റിൽ ബാഴ്സയുടെ വല കുലുക്കി. അതരങ്ങളിൽ യുദ്ധത്തിൻ്റെ നിറം പടർന്നിട്ടും ഫൗളുകളാൽ തുടർച്ചയായി ക്രൂശിക്കപ്പെട്ടിട്ടും അസാമാന്യ കായിക ശക്തിയോടെ ലിയോ ഉയർത്തെഴുന്നേറ്റുകൊണ്ടേയിരുന്നു. 33-ാം മിനിറ്റിൽ സെമി സർക്കിളിൽ നിന്ന് ലഭിച്ച പാസുമായി റയൽ പ്രതിരോധക്കാരെ വെറും കാഴ്ചക്കാരാക്കിക്കൊണ്ട് ബോക്സിനുള്ളിൽ കടന്ന് അയാൾ തൊടുത്ത ഷോട്ട് അതിമനോഹരമായ ഗോൾ വരയെ ഭേദിക്കുന്നുണ്ട്. ഇറ്റ്സ് 1-1. സമയം നിശ്ചലമാകുമെന്ന് തോന്നിപ്പിച്ച യുദ്ധപ്രതീതിയിൽ മുന്നോട്ട് നീങ്ങിയ ആ ക്ലാസിക് പോരാട്ടത്തിൻ്റെ 73-ാം മിനിറ്റിൽ ക്രൊയേഷ്യൻ ശരം റാക്കിട്ടിച്ച് റയൽ കാവൽ ബഡൻ നവാസിനെ മറികടന്ന് ബാഴ്സയ്ക്ക് വേണ്ടി രണ്ടാമത് ലീഡ് ചെയ്യുന്നു. മറുപടി എന്നോണം റാമോസിൻ്റെ പകരക്കാരനായി ഇറങ്ങിയ ജെയിംസ് റോഡ്രിഗസ് 85-ാം മിനിറ്റിൽ വീണ്ടും ബാഴ്സയുടെ വല കുലുക്കി. സ്കോർ 2-2. 90 മിനിറ്റുകൾക്ക് ശേഷം കാൽപന്തിൻ്റെ ഘടികാര സൂചി മരണം പ്രാപിക്കുന്ന അവസാന നിമിഷങ്ങളിലൊന്നിൽ ലിയോയുടെ ആത്മാവിൽ കുടികൊള്ളുന്ന ദൈവികോർഷം മുഴുവൻ പൊടുന്നന് കാലുകളിലേക്ക് പ്രവഹിച്ച് ജോഡി ആൽബയുടെ ക്രോസിനെ ഒരു സുന്ദര ഗോളാക്കി രൂപാന്തരപ്പെടുത്തി. വിജയാഹ്ലാദത്തിൽ വിഭ്രമിക്കപ്പെട്ട ആ മനുഷ്യൻ താൻ രക്തം ചാലിച്ച് ചുവപ്പിച്ച ബ്ലോഗ്ലാന ജെയ്സ് യൂറി മാൻഡ്രിസ്റ്റുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ശ്രവ്യകലയുടെ ആചാര്യൻ റോയ് ഹഡ്സൺ കമൻട്രി ബോക്സിൽ കൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: Again the menacing man arrives and sings his flaming spear into the hearts of Real Madrid. എന്നാൽ പക്ഷേ അതിരുകടന്ന ലിയോയുടെ ആവേശത്തിൻ്റെ അലോലുകൾ മൈതാനത്തുണ്ടായിരുന്ന വെള്ളക്കുപ്പായമണിഞ്ഞ ഒരു ഐബീരിയൻ ബോൺ മാസ്ട്രോയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. കാറ്റാലൻ ക്യൂളേഴ്സിൻ്റെ അട്ടഹാസം അയാളുടെ ഹൃദയത്തിൽ തീക്കരായി പതിച്ചിരുന്നു. 2017 ഓഗസ്റ്റ് 23, 4 മാസങ്ങൾക്ക് ശേഷമുള്ള മറ്റൊരു എൽ ക്ലാസിക്കോ, സ്പാനിഷ് കപ്പിൻ്റെ ഫൈനൽ വിധി. കാമ്പനോവിൽ ചില നേരങ്ങളിൽ എന്തെന്നറിയാത്ത ശാന്തത അനുഭവപ്പെട്ടു. മാൻഡ്രിസ്റ്റുകളുടെ ഹൃദയാകാശങ്ങളുടെ മർദ്ദമളക്കുന്ന ബാരോമീറ്റർ മെർക്കുറി ലെവൽ പൊടുന്നതിന് താഴുന്നു. ഗെയിം സ്റ്റാർട്ട്സ്. കാമ്പനോവിൻ്റെ ഇലക്ട്രിക് ഫൈൻ അറ്റ്മോസ്ഫിയറിനെ 10 മടങ്ങായി വർദ്ധിപ്പിച്ചുകൊണ്ട് 10-ാം മിനിറ്റിൽ സുവാർസ് ഗോൾ മുഖത്തേക്കെത്തി. എന്നാൽ ആ ഗോൾ അറ്റംപ്റ്റിന് ശക്തി വളരെ കുറവായിരുന്നു. കൈലർ നവാസ് അനായാസം അത് കൈക്കലാക്കുന്നു. കളിയുടെ 25-ാം മിനിറ്റ് ബാഴ്സയ്ക്ക് അനുകൂലമായൊരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. എടുക്കാൻ വരുന്നത് സാക്ഷാൽ ലിയോയും. കാമ്പനോ ശ്വാസം അടക്കി പിടിച്ച നിമിഷം. വിസിൽ മുഴങ്ങിയ മാത്രയിൽ അയാളുടെ കാലിൽ നിന്ന് സുന്ദരമായൊരു മഴവില്ല് പോലെ പന്ത് പുറപ്പെട്ടു. എന്നാൽ അത് പൂർത്തിയാകാത്തൊരു കവിതയെന്ന പോലെ ക്രോസ് ബാറിന് മുകളിലൂടെ തൊട്ടുരുമി കടന്നുപോയി. കാസ്മേരയുടെ ഫൗളും ലിയോയുടെ പേബാക്കുകളും കൊണ്ട് പ്രക്ഷുബ്ധമായ ആദ്യ പകുതി അവസാനിപ്പിക്കുമ്പോൾ ഇരു ടീമുകളുടെയും സ്കോർ ഷീറ്റ് കാലിയായിരുന്നു. ആവേശകരമായ 2-ാം പകുതിയിൽ ഇടത് വിങ്ങിലൂടെ മുന്നോട്ട് കുതിച്ചെത്തുന്ന മാർസെല്ലോ പോസ്റ്റിന് മുന്നിൽ വെച്ച് ഒരു ക്രോസിന് ശ്രമിക്കുന്നുണ്ട്. അത് ഡിഫൻഡ് ചെയ്യുവാൻ ശ്രമിക്കുന്നതിനിടെ പീക്കോയുടെ കാലിൽ തട്ടി പന്ത് വലയിലേക്ക് പതിക്കുന്നു. ഓൺ ഗോൾ വരികയാണ്. സ്കോർ റയൽ 1 ബാഴ്സ 0. നിർഭാഗ്യത്തിൻ്റെ നിരാശയെ ഗൗനിക്കാതെ ബ്ലോഗ്രാനക്കാർ ആക്രമണം കടുപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും പക്ഷേ അവൈക്യമായൊരു അസ്വസ്ഥ്യം ക്യൂളേഴ്സിനെ ബാധിച്ചിരുന്നു. കളിയുടെ 57-ാം മിനിറ്റ്. അറ്റ് ദാറ്റ് ബ്ലഡി മൊമെൻറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ബോർഡിലെ ആ ചുവന്ന അക്ഷരങ്ങൾ തെളിയുന്നു:
ബെൻസിമ ഔട്ട്, ക്രിസ്ത്യാനോ റൊണാൾഡോ ഈസ് ഇൻ. പിന്നീടുള്ള 10 മിനിറ്റ് അക്ഷരാർത്ഥത്തിലൊരു പടനിലമായിരുന്നു. 75-ാം മിനിറ്റിൽ ലിയോയിൽ നിന്ന് പുറപ്പെട്ട ഷോട്ടിനെ വലയിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നതിനിടെ സുവാരസ് വീഴുന്നുണ്ട്. കളിയിലെ ആദ്യ പെനാൽറ്റി വിധിക്കപ്പെട്ടു. ഒപ്പം നവാസിന് യെല്ലോ കാർഡും. പെനാൽറ്റി എടുക്കുവാൻ വന്നത് ലിയോ തന്നെയായിരുന്നു. തനിക്ക് അസാധ്യമായ കാര്യത്തിനാണ് താൻ മുതിരുന്നു എന്നതിൻ്റെ ഉത്തമ ബോധം നവാസിനുമുണ്ടായിരുന്നു. ആ ബോധത്തെ അരക്കെട്ടുറപ്പിക്കുമാറ് ക്ലിനിക്കൽ പെർഫെക്ഷനോടുകൂടി ലിയോ പന്ത് വലയിലേക്ക് എത്തിക്കുന്നു. വാട്ട് എ മാൻ ഹീസ്. സ്കോർ റയൽ മാഡ്രിഡ് 1, ബാഴ്സലോണ 1. കൃത്യം 3 മിനിറ്റുകൾക്കും ഇപ്പുറം ഗ്രൗണ്ടിൻ്റെ മറുതലക്കിലൊരാൾ തൻ്റെ അനിതര സാധാരണമായ കളിമികവിൻ്റെ അസുരശേഷിയെ പുറത്തെടുക്കുവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. 78-ാം മിനിറ്റിൽ ഗ്രൗണ്ടിൻ്റെ ഇടതുമൂലയിലേക്ക് അയാൾ പാഞ്ഞു കയറുന്നുണ്ട്. വൈദികം സഹജമായ തൻ്റെ ഉരുക്കുപാദങ്ങൾ കൊണ്ട് PK എന്ന ബ്ലോഗ്ലാനക്കാരുടെ വിശ്വസ്തമായ സെൻറ്റർ ബാക്കിനെ അയാൾ എന്ന ലളിതം കബളിപ്പിക്കുന്നു. ഒരുപക്ഷെ ഓരോ ക്യൂളേഴ്സിൻ്റെയും കശേരുക്കളിലൂടെ ഭീതിയാ നിമിഷം ഉയരജന്തുവിനെ പോലെ കടന്നു പോയിട്ടുണ്ടാകണം. എ മെസ്മറൈസിംഗ് ബെൻഡിങ് സ്ട്രൈക്ക് ബൈ റൊണാൾഡോ. അനന്യസുന്ദരമായൊരു പ്രണയകാവ്യത്തിൻ്റെ അവസാന വരി പോലെ ടർസ്റ്റീഗിൻ്റെ ശിരസ്സിന് മുകളിലൂടെ മുക്താനുരാഗ വിവശയായി ആ തുകിൽ പന്ത് അനശ്വരതയുടെ വലക്കണ്ണുകളിലേക്ക് യാത്രയാകുന്നു. പിന്നീട് അയാൾക്ക് മറ്റൊന്നുകൂടി ബാക്കിയുണ്ടായിരുന്നു. ബെർണാബിയിലുണ്ടായ ആ ഭീതിയുടെ സമാനത ക്യാമ്പിനൌവിലും അയാൾക്ക് പടർത്തണമായിരുന്നു. മൗനം പാലിച്ചു നിൽക്കുന്ന ക്യാമ്പിനൌവിലെ ബ്ലോഗ്ലാന ആരാധകർക്ക് മുന്നിലും കത്തിയവർന്ന പുൽനാമുകളിൽ നമ്മുടെ ശിരസ്സനായി നിൽക്കേണ്ടി വന്ന കാൽപന്ത് കളിയുടെ മിഷിഹായ്ക്ക് മുന്നിൽ തൻ്റെ ഡീപ് ബ്ലൂ റിട്രോ ജേഴ്സി അയാൾ കാഴ്ചവെക്കുന്നുണ്ട്. റൂത്ത്ലെസ് ആൻഡ് റിവെഞ്ചിങ് മൂമെൻറ്റ്. അതൊരു വലിയ സൂചനയായിരുന്നു. തൻ്റെ പ്രതികാരശേഷിയുടെ ഉത്തമ ഉദാഹരണം. ശ്മശാനഭൂകമായ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച ആ ജേഴ്സി ഇങ്ങനെ വായിക്കപ്പെട്ടിരിക്കാം. നിങ്ങൾക്കെന്നെ പരിഹസിക്കാം, നിങ്ങൾക്കെൻ്റെ രക്തത്തിനായി മുറിവിളി കൂട്ടാം, എൻ്റെ പരാജയം ആസ്വദിക്കാം. പക്ഷേ അടുത്ത രാത്രിയിൽ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ സംഹാരിയായി ഇതുപോലെ അവതരിക്കുക തന്നെ ചെയ്യും. അന്ന് നിങ്ങളുടെ കണ്ണുനീരും ഹൃദയമെടുപ്പും വേഗത്തിലായിരുന്നു എന്ന് ഞാൻ ഉറപ്പിക്കും. ബിക്കോസ് ഐ ആം ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് സവേറോ. മത്സരത്തിൻ്റെ 90-ാം മിനിറ്റിൽ ലൂക്കാസ് വാസ്കസിൽ നിന്ന് ലഭിച്ച അസിസ്റ്റ് റയൽ വിങ്ങർ അസെൻഷ്യോ ഗോളാക്കുന്നതിലൂടെ ആ മത്സരം അവിടെ അവസാനിക്കുന്നു. റയൽ 3, ബാഴ്സലോണ എന്ന നിലയിൽ അയൽ ക്ലാസിക്കോ അവിടെ സമാപനം കുറിക്കുന്നു. പക്ഷേ വർഷം 11 കഴിഞ്ഞിട്ടും ആ മത്സരം നൽകിയ ഓളമെന്നും ഓരോ ആരാധകനും മറക്കാൻ സാധിക്കുകയില്ല. ഓരോ കാൽപന്ത് ആരാധകനും ഇന്നും രോമാഞ്ചം നൽകുന്ന കഥയായി അതിങ്ങനെ ഓരോ തലമുറയിലേക്കും കൈമാറ്റം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ രാത്രി പിന്നിട്ടിട്ട് ഇന്നേക്ക് 11 വർഷവും. A match that's steeped in romanticism and immortalized by the passion it evoked. The chapter and the incredible story of this little man. Oh my goodness, you cannot write the script for this, Rob. This is unbelievable stuff.